ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ലഞ്ചിന് വേണ്ടിയിട്ട് നമുക്കിതേ ഒരു പാംപ്ലെറ്റ് എടുത്തിരിക്കുന്നത് കേട്ടോ, വൈറ്റ് പാംപ്ലെറ്റ്. ഇത് നമ്മൾ കറിയാക്കാൻ പോവാണ്. ഇത് ഒന്ന്. പിന്നെ അത് നമ്മുടെ കായും പയറും കൂടെ മെഴുക്ക് പുരട്ടി, കായും പയറും ക്യാരറ്റും കൂടെയാണ് ചതച്ച മുളകൊക്കെ ഇട്ട്. അതാണ് ഇന്നത്തെ അടുത്ത ഐറ്റം. ഇതെല്ലാം ആയി വരുന്നത് കേട്ടോ. അപ്പം നമ്മുടെ മീനൊക്കെ ക്ലീനാക്കി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇച്ചിരി എളുപ്പപ്പണിയിൽ ചെയ്യാമെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഞാനിങ്ങനെയല്ല യൂഷ്വലി മീൻ കറി വെക്കുന്നത്. പക്ഷെ ഇന്ന് ഇച്ചിരി എളുപ്പപ്പണിയാണ്. അതുകൊണ്ട് ആദ്യം ഇച്ചിരി മുളകും മല്ലിയും എല്ലാം കൂടി ഇട്ട് മീനങ്ങോട്ട് അടുപ്പയിലേക്ക് വെച്ചു. ഉപ്പും പുളിയൊക്കെ ഇട്ടു. ഇനിയും നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, നമ്മുടെ തേങ്ങ എല്ലാം കൂടെ അരച്ച് അതിലേക്ക് ഒഴിച്ചൊരു പച്ചക്കറി പോലെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇച്ചിരി പണിയുണ്ട് വേറെ, അതുകൊണ്ട് ഇച്ചിരി എളുപ്പത്തിൽ ചെയ്യാനായിട്ടാണ് ഈ പണികളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇച്ചിരി എളുപ്പമായിട്ടെന്ന് വിചാരിച്ച് മീനങ്ങോട്ട് വെക്കുകയാണ്. അപ്പം നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ മീൻ കറിക്കകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പം മീൻ കറി ഏകദേശം സെറ്റായി വരുന്നു. അരപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം. അപ്പോഴത്തേക്ക് അത് ശരിയാവും. ഇവിടെ നമ്മുടെ ഒലത്തെ മെഴുക്ക് പുരട്ടി, ഓരോരുത്തരുടെ എന്തുവാ പറയുന്നതെന്ന് അറിയത്തില്ല. എനിവേ എൻ്റെ ഒരു മിക്സഡ് ഒലത്താണ്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇനി ഇതിനകത്തിൽ ഉള്ളിയും കൂടെ ഇടണം. അപ്പോഴത്തേക്ക് അതെല്ലാം ശരിയായി കിട്ടും. അപ്പോൾ ഇങ്ങനെ പണി തകൃതായിട്ട് നടക്കുവാണ് കേട്ടോ. അപ്പം നമ്മുടെ നെക്സ്റ്റ് പണി എന്താണെന്നല്ലേ, ഇതാണ് കേട്ടോ ഇന്നത്തെ താരം. അപ്പോൾ ഇത് ചേമ്പാണ്. ഇത് ചീമച്ചേമ്പാണെന്ന് ചോദിച്ചാലല്ല, ചെറിയ ചേമ്പാണെന്ന് ചോദിച്ചാലല്ല, ഇതിവിടെ കിട്ടുന്ന ചേമ്പാണ്. പക്ഷേ നമ്മുടെ ചേമ്പിൻ്റെ കൂട്ട് അത്രയും രുചിയില്ലെങ്കിലും അതുപോലൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം ഞാനിത് പുഴുങ്ങാൻ പോവാണ്. നല്ലതായിട്ട് വേകുന്നതൊക്കെയാണ്, നല്ല ചേമ്പാണ്. വലിയ അത്രയും നമ്മുടെ ചിമ്മച്ചേമ്പിൻ്റെ അത്രയും ടേസ്റ്റൊന്നുമില്ല, പക്ഷേ കഴിക്കാനൊക്കെയാണ്. നമ്മുടെ നോസ്റ്റാൾജിക് തിങ്കിങ് ഒക്കെ വെച്ച് നമ്മളങ്ങ് കഴിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് ഇനി ഞാനിത് ചിരണ്ടാൻ ഇച്ചിരി പാടാണ് കേട്ടോ. ഞാനപ്പോൾ അത് പീലർ വെച്ച് പീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്, ഇങ്ങനെ ഇത് ചെയ്ത്. അപ്പം നമുക്കത് പുഴുങ്ങാം. അപ്പം നമ്മുടെ ചേമ്പൊക്കെ ഇവിടെ ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്കിന്ന് കുറച്ചേറെ ഉണ്ട് കേട്ടോ. ഞാനിതിങ്ങനെ പീല് ചെയ്ത് കളയുന്നുണ്ട്. ഇതിൻ്റെ സ്കിന്ന് കുറച്ചേറെ ഉണ്ട്, അതാണ് വേസ്റ്റ് കൂടുതലും. പക്ഷേ നമുക്ക് വല്ലപ്പോഴൊക്കെ ഒന്ന് കഴിക്കണ്ടേ, അതുകൊണ്ട് ചേമ്പ് ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുഴുങ്ങാൻ തുടങ്ങിയാലോ. അപ്പോഴത്തേക്ക് നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ തിളച്ച് വറ്റി നല്ല ചാറൊക്കെ കുറുകി വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ടേസ്റ്റ് നോക്കി. ഉപ്പും പുളിയും മുളകും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാവരും കണ്ടല്ലോ. ഇത് നമ്മുടെ കപ്പയാണ്. അതും കൂടി ഞാനൊരു ശകലം ഇതിൻ്റെ കൂട്ടത്തിൽ പുഴുങ്ങാൻ പോവാണ്. ചേമ്പും കപ്പയും കൂടെ ഒരുമിച്ച് വേകുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഏതായാലും ഭാഗ്യം പരീക്ഷിക്കാൻ പോവാണ്. ഇത് നമ്മുടെ നാട്ടിലെ കപ്പയൊന്നും അല്ല കേട്ടോ, കോസ്റ്ററിക്കായിലാണ്. പക്ഷേ നല്ലതായിട്ട് വേകുന്നതാണ്. ഇതിൻ്റെ ഹാഫ് ഞങ്ങൾ ഓൾറെഡി എടുത്തതാണ്. നല്ല കപ്പയാണ്. അപ്പോൾ ഇതും കൂടെ പുഴുങ്ങാം, ഇതിൻ്റെ കൂട്ടത്തിലിടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയാണ് നമ്മുടെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇനി നമുക്ക് പുഴുങ്ങിയത് തിന്നാൻ ചമ്മന്തി ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മുളക്, ഇതെനിക്ക് ഒരാൾ കൊണ്ടാട്ടം പറയും നാട്ടിൽ, അത് നാട്ടിൽ നിന്ന് കൊണ്ടു തന്നതാണ്. ഞാനത് വറുത്തൊക്കെ വെച്ചിരിക്കുകയാണ് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട്. എല്ലാവർക്കും അറിയാമല്ലോ കൊണ്ടാട്ടം എങ്ങനെ ഉണങ്ങുന്നതെന്നൊക്കെ. അപ്പോൾ അത് നമ്മളിത് റെഡിമെയ്ഡ് വാങ്ങിയത്. പിന്നെ അത് ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും എല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചിട്ട് പിന്നെ തൈരും കൂടെ ഒഴിച്ചാണ് ചമ്മന്തി ഉണ്ടാക്കാനുള്ള പ്ലാൻ. ഓ മൈ ഗോഡ്, കണ്ടിട്ട് തന്നെ കൊതിയാവുന്നില്ലേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര സോൾട്ടിയാണ്. അപ്പോൾ ഇതിൽ തൈര് ഇടാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇതിനകത്തിലോട്ട് തൈര് ആഡ് ചെയ്യാൻ പോവാണ്. അല്ലെങ്കിൽ ഭയങ്കര സോൾട്ടിയാണ്. ഓക്കെ, ബട്ട് വെരി നൈസ് ടേസ്റ്റ്. ഓ മൈ ഗോഡ്, ഒന്നും പറയാനില്ല കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഇനി കൊണ്ടാട്ടമുള്ളവരിങ്ങനെ ചെയ്യണം കേട്ടോ. എല്ലാം കൂടെ ഇടിച്ചിട്ട് തൈരിട്ട് ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ വെറുതെ പച്ചമുളകും മുളകും ഒക്കെ ഇടുന്നതിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ എൻ്റെ കായ് ബോയ്ക്കുള്ള സൂപ്പ് ഇവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ. അവന് ഞങ്ങൾ കൊടുക്കുന്ന പംകിനും ആപ്പിളും ഒരു ശകലം ചിക്കൻ്റെ ചെറിയ പീസും കൂടെ ഒക്കെ ഇട്ട് ബോയിൽ ചെയ്തിട്ട് ഒരു സൂപ്പായിട്ട് ഇത് കുറച്ചേ കൊടുക്കുകയുള്ളൂ, ഒരു ഹാഫ് കപ്പ്. അതാണ് അവൻ്റെ ഒരു ട്രീറ്റ്.
അപ്പോൾ ഇതേ നമ്മുടെ കണക്കുകൂട്ടുകളൊന്നും ഒട്ടും പഴിച്ചില്ല കേട്ടോ. കപ്പയും ചേമ്പും കൂടി ഒരുമിച്ച് നല്ല അടിപൊളിയായിട്ട് വെന്ത് കേട്ടോ. അയ്യോ, കണ്ടിട്ട് തന്നെ ഇനിയും വെയിറ്റ് ചെയ്യാൻ മേല. ഇനി കഴിക്കാൻ പോവാണ്. എടുക്കട്ടെ കേട്ടോ. അങ്ങോട്ട് നമ്മുടെ ചൂട് പറക്കുന്ന ചേമ്പും കപ്പയും കൂടെ, മീൻ, ഇനി നമ്മുടെ ചമ്മന്തിയും കൂടെ അതിനകത്ത് സൈഡിലോട്ടൊന്ന് കോരി വെക്കട്ടെ. ഓ മൈ ഗോഡ്, ഇനി ഒട്ടും വെയിറ്റ് ചെയ്യാൻ മേല, കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് ഇതാണ്: ചേമ്പ്, മീൻ കറി, ചമ്മന്തി എനിക്ക് അതിൻ്റെ ടേസ്റ്റ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും വലിയ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി കൊണ്ടാട്ടം വീട്ടിലുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയും കൂടെ ചതച്ച്, അത് വറുത്തിട്ടാണ് കേട്ടോ ചതച്ച്, തൈരും കൂടെ ഇട്ട്, അപ്പോൾ ഉപ്പിടണ്ട, നല്ല ടേസ്റ്റിയാണ്. അപ്പം കഴിക്കാൻ പോകാം കേട്ടോ. എല്ലാവരും വായോ.